ഇനി ഇതാ നോക്കുക, അതിനെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഒരു ഹദീസ് ഇപ്പോൾ കണ്ടാണ്. ഇതിൽ മോക്കറി, കളിയാക്കലിനെ കുറിച്ചൊരു ഹദീസാണ്. അത് പിന്നെ ഒരു മുസ്ലിം സൈറ്റിൽ നിന്ന് എടുത്താണ്, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് ഹദീസ് ഓൺ മോക്കറി, കളിയാക്കുന്നതിനെ കുറിച്ചുള്ള പ്രൊഹിബിഷൻ ഓഫ് ലാഫിങ് അറ്റ് സമ്മൺസ് ഫാട്ട്സ്. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി? ഈ അധോവായു വിടുമ്പോൾ ആരെങ്കിലും അവരെ കളിയാക്കുന്നതിനെ കുറിച്ചുള്ള ഹദീസാണ്. അബൂ ഹുറൈറ റിപ്പോർട്ടഡ് ദ മെസ്സഞ്ചർ ഓഫ് അള്ളാഹ് prohibited us from laughing at someone who passes wind. മനസ്സിലായില്ലേ? പാസിംഗ് വിൻഡ് ആൻഡ് സോഴ്സ് ഇങ്ങനെ കുറേ എണ്ണമുണ്ട്. ഇത് ഔതന്റിക് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് ഇവർക്ക് ഇങ്ങനെ ചെയ്യുന്നവരെ കളിയാക്കുന്നതിന് ഭയങ്കര പ്രശ്നമുണ്ട്. പക്ഷെ ഇതിൻ്റെ തുടക്കം കൊടുത്തിരിക്കുന്നത് ഹദീസ് ഓൺ മോക്കറി എന്നുള്ളതാണ്, കളിയാക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് കളിയാക്കുന്നവർക്ക് മാത്രമാണ് ശിക്ഷ, അല്ലെങ്കിൽ എല്ലാത്തരം കളിയാക്കലും ശിക്ഷയാണോ? ഇതൊക്കെ വെച്ചുകൊണ്ട് ആളുകൾ തഫ്സീറുകളും വ്യാഖ്യാനങ്ങളും അങ്ങ് എഴുതും. സംഗതി ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ഇതായിരിക്കും പറഞ്ഞത്, ഇത് എടുത്തു വെച്ചായിരിക്കും ചെയ്ത്. ഇതേപോലെ ഉള്ളൂ. ഒരു സാധനം റബ്ബർ പോലെ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടാം. ഇതങ്ങനെയൊക്കെ പറയാം. മോക്കറി തന്നെ പ്രശ്നമാണ്. മോക്കറി അപ്പോൾ പിന്നെ ഒരു ഇസ്ലാമിസ്റ്റ് ഒരു ലേഖനം എഴുതുമ്പോൾ അതിനകത്തൊരു മോക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രോളോ ഒക്കെ ചെയ്യാൻ പാടുന്നുണ്ട്. ട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, രക്ഷയില്ലാത്ത ട്രോളുകൾ. അപ്പോൾ അതെല്ലാം കുഴപ്പമില്ലേ? അതോ ഇതിന് മാത്രമേ കുഴപ്പമുള്ളൂ? ഈ അധോവായു വിടുന്നവരെ മോക്ക് ചെയ്യുന്നതിന് മാത്രമേ കുഴപ്പമുള്ളൂ? എന്താണ് ഇതിൻ്റെ ശരിയായ അർത്ഥം? ഇത് വേണേൽ 10 ദിവസം ഇരുന്ന് വ്യാഖ്യാനിക്കാം, 10,000 പുസ്തകങ്ങൾ എഴുതാം. ഇമാതിരി സാധനങ്ങളാണ് എടുത്തു വെച്ച് മതം നല്ല ചക്കരയാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്.